ചെറുതാണല്ലേ ഒക്കെ നിറയെ അമേരിക്ക പൊട്ടിക്കുകയാണ് ഗെയ്സ്. ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക എത്തുന്നു. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഒന്ന് കണ്ടോക്കി. കാലത്ത് തന്നെ നമുക്കിന്ന് പുട്ടും പിന്നെ നല്ല ബീഫ് കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ കാലത്തെ ചായ കുടിക്കും മക്കൾസ് പറയും ഇന്ന് പുട്ടാണോ, അല്ലോ എനിക്ക് വേണ്ടട്ടാണ്. അവർക്ക് എന്നും കാലത്ത് തന്നെ ദോശയാണ് കേട്ടോ ഇഷ്ടം. ഞങ്ങളുടെ മലപ്പുറത്തെ സ്പെഷ്യൽ ദോശ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് കാലത്ത് മക്കൾസ് മദ്രസ വിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉമ്മച്ചി ഈ ഒരു മരത്തിൽ നിറയെ അമരയുണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സായ നമ്മൾ റായലത്തെ കൊണ്ടുവന്ന വിത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കിട്ടുന്നില്ല കേട്ടോ. മേലെയാണ് കേട്ടോ. ഞാനിവിടെ വെള്ളമായതുകൊണ്ട് മേലേക്കൊരു വള്ളി പടർത്തിയതായിരുന്നു. അപ്പോൾ അത് കുറേ പൊട്ടിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് നമ്മുടെ ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബീഫിൻ്റെ മാമൻ്റെ മോന് ഇങ്ങനെ അറുത്തപ്പോൾ കിട്ടിയതാട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ നമുക്കത് ഒരു ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബീഫൊക്കെ നന്നായിട്ട് കേക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഒരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുനുകുനാന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ പവറല്ല കേട്ടോ, നമ്മുടെ ചോപ്പറിൻ്റെ പവറാണ്. എനിക്ക് സവാള മുറുക്കി വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടിപ്പോൾ ഒരു ചോപ്പർ കിട്ടിയപ്പോൾ വലിയ ഉപകാരമായിട്ടുണ്ട്. അതിനുശേഷം 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബീഫ് നന്നായി കഴുകി വെള്ളം വാർന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മസാലപ്പൊടിയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ബീഫ് വെക്കാറ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാമല്ലേ. അപ്പോൾ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുക്കറിൽ ഇടാറില്ല കേട്ടോ. അടുപ്പത്ത് വേവിച്ചിട്ടാണ് വെക്കാറ്. നമ്മുടെ അടുപ്പ് ഒരു പണി തന്ന കാരണം ഞാനേറെ കുക്കറിൽ അല്ലെങ്കിൽ ഗ്യാസ്മേ തന്നെ ഇട്ട് വെക്കാറ്. ചോറും കറിയും മീൻ അങ്ങനെയുള്ളതൊക്കെ മാത്രം ചിലപ്പോൾ അടുപ്പത്ത് വെക്കുകയുള്ളൂ. കുക്കറൊന്നും നമ്മൾ അടുപ്പത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ചെറിയൊരു അടുപ്പ് പണി പാളിയ കാരണം അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഇരിക്കില്ലേ, അത് കാരണമാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചട്ടിയിലാണെങ്കിൽ ഇട്ടിട്ട് നന്നായിട്ട് കയ്യിലിങ്ങനെ തിരുമ്മിയെടുക്കുക കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ഫോണും പിന്നെ വീഡിയോ എടുക്കലും കൂടിയിട്ട് എനിക്ക് സെറ്റാവില്ല. പക്ഷെ പരമാവധി ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബീഫിൽ നിന്ന് വെള്ളം വരും, പക്ഷേ അതിൻ്റെ കുക്കർ ചിലപ്പം പണി തന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-3 വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഇറച്ചി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു പണിയിൽ പെട്ട വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ രാത്രി ഞാൻ മക്കൾസിനാണ് കേട്ടോ അത് ഉണ്ടാക്കി കൊടുക്കുന്നത്. എനിക്കുള്ളത് ഇത് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കി കഴിക്കുള്ളൂ. ഞാൻ മക്കൾസ് സ്കൂളിൽ വന്നതിന് ശേഷമൊക്കെയാണ് അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ കേട്ടോ. നമ്മൾ തട്ടിമുട്ടി ഉച്ചക്കൊക്കെ അങ്ങനെ പോവും. അപ്പോൾ ഞാൻ ബീഫ് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് വയറ്റിയെടുത്തിട്ട് ചെറിയ ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാത്രിയാണ് വീഡിയോ എടുത്തത്. എനിക്ക് അതിൻ്റെ മുന്നത്തെ ബീഫ് ഇരുന്നിരുന്നു, അതാട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ അമര പൊട്ടിച്ചത് ഇതാ മോള് അമരയ്ക്കും പിന്നെ ഒരു വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് തന്ന ആൾക്ക് നന്ദി പറയണ്ടേ. അപ്പോൾ അത് വീഡിയോ കോൾ ചെയ്തിട്ടും ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു. ഒരുപാട് സന്തോഷം തോന്നി റഹലത്ത അതറിഞ്ഞപ്പോൾ. അപ്പോൾ നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കൊടുന്ന് തന്ന ഒരു വിധം വിത്തുകളെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമര നന്നായിട്ട് മോളെന്നെ മുറിച്ചെടുത്താ കേട്ടോ. അവളെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് പണി തരുന്ന കാരണം നമ്മളങ്ങനെ മക്കൾസിൻ്റെ വീഡിയോ ഇപ്പോൾ ഇടാറില്ല കേട്ടോ. അതാണ് സംഭവം. പിന്നെ അതിലേക്ക് ചീനച്ചട്ടി വെച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി 2 വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം കഴുകി വെച്ചിരുന്ന നമ്മുടെ ഈ അമരയില്ലേ അതിട്ട് കൊടുത്തിട്ട് വയറ്റിയെടുത്തിട്ട് ഉപ്പേരി പോലെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ അവർ കഴിക്കും. അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പിറ്റന്നാൾ രാവിലെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയത്. മുറിച്ചെടുത്തിട്ട് ഞാൻ ബീഫ് കണ്ടപ്പോഴാണ് ബീഫ് പറഞ്ഞത് കേട്ടോ. മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ചോറൊക്കെ തിന്ന്
അങ്ങനെ ഓരോ ദിവസങ്ങൾ തട്ടിമുട്ടി പോകുന്നുണ്ട് കേട്ടോ. ബീഫും അമരക്ക ഉപ്പേരും പിന്നെ അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റത്തെ ദിവസത്തെ വീഡിയോ ആണത്. അങ്ങനെ ഞാൻ ഓരോ ദിവസങ്ങളും ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുത്തു വെക്കുന്നതാണ്. എന്തായാലും വൈകിട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് മസ്റ്റാണ് പാടത്തേക്ക് പോകുക എന്നുള്ളത്. പാടത്ത് പോവുക, വീഡിയോ എടുക്കുക, പിന്നെ ചെടികൾക്ക് വേണ്ട വളം ഒക്കെ ഇവിടുന്ന് കിട്ടുമല്ലോ, ആരാൻ്റെ ചാണകം കേട്ടോ, അതും പെറുക്കിയിട്ട് വരിക എന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പം എൻ്റെ മോളൂസിന് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് കേട്ടോ, അത് പാടിത്തരാം 2 വരി കേട്ടോ. പൊന്നാനിപ്പുഴയോരം കളി പറഞ്ഞ് നടന്നൊരു കാലം ഓർക്കുമോ എൻ പ്രിയ സഖിയേ, നീ അന്ന് പറഞ്ഞൊരു കാര്യം. പൊന്നാനിപ്പുഴയോരം കളി പറഞ്ഞ് നടന്നൊരു കാലം. ഓക്കെ, ബൈ, താങ്ക് യു.